മൂവാറ്റുപുഴ എം.എൽ.എ നേതൃത്വം നൽകുന്ന എം.എൽ.എ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് 2026 ആവേശകരമായി തുടക്കം. കാലാമ്പൂർ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 8 മുതൽ 15 വരെ നടക്കുന്ന മത്സരങ്ങളിൽ 12 ടീമുകളാണ് മത്സരിക്കുന്നത്. എം.എൽ.എ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് 2026 ആവേശകരമായ തുടക്കം. കാലാമ്പൂർ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്നലെ വൈകിട്ട് 8 മണിയോടെയാണ് ടൂർണമെന്റ് ആരംഭിച്ചത്. എം.എൽ.എ കിക്ക് ഓഫ് കർമ്മം നിർവഹിച്ചതോടെ കായിക പ്രേമികളുടെ സാന്നിധ്യത്തിൽ ആഘോഷപൂർവമായ അന്തരീക്ഷത്തിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ പായിപ്രയും വാളകവും ഏറ്റുമുട്ടി. ശക്തമായ പോരാട്ടത്തിൽ 1 ഗോളിന് വാളകം വിജയം സ്വന്തമാക്കി. രണ്ടാം മത്സരത്തിൽ പോത്താനിക്കാടും ആയവനയും തമ്മിലായിരുന്നു മത്സരം. ഏകപക്ഷീയമായ ആധിപത്യം പുലർത്തിയ ആയവന 3 ഗോളുകൾക്ക് പോത്താനിക്കാടിനെ പരാജയപ്പെടുത്തി. ഇന്നത്തെ മത്സരക്രമമനുസരിച്ച് കല്ലൂർക്കാടും ആരക്കുഴയും തമ്മിലാണ് ആദ്യ മത്സരം. രണ്ടാം മത്സരത്തിൽ മഞ്ഞള്ളൂരും ആവോലിയും തമ്മിൽ ഏറ്റുമുട്ടും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജി ഷാനവാസ്, ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് ജീമോൻ പോൾ, വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ, പായിപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത്, കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിനി മനോജ്, മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നിട്ടമാക്കൽ, ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി, ആരക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുത്തൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുഭാഷ് കടയ്ക്കോട്, മേഴ്സി ജോർജ് എന്നിവരടക്കമുള്ള നിരവധി ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഫെബ്രുവരി 8 മുതൽ 15 വരെ നടക്കുന്ന നോക്കൌട്ട് രീതിയിലുള്ള ഈ ടൂർണമെന്റിൽ ആകെ 12 ടീമുകളാണ് മത്സരിക്കുന്നത്. സെമി ഫൈനൽ മത്സരങ്ങൾ ഫെബ്രുവരി 12, 13 തീയതികളിലും ഫൈനൽ മത്സരം ഫെബ്രുവരി 15 രാത്രി 8 മണിക്കും നടക്കും. വിജയികൾക്ക് 30,000 രൂപയും ട്രോഫിയും ഒന്നാം സമ്മാനമായും, രണ്ടാം സ്ഥാനക്കാർക്ക് 15,000 രൂപയും ട്രോഫിയുമാണ് സമ്മാനമായി നൽകുന്നത്. ലഹരിക്കെതിരെ കളിക്കളമൊരുങ്ങുന്നു എന്ന ശക്തമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് എം.എൽ.എ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളെ പ്രതിനിധീകരിക്കുന്ന ടീമുകൾ പങ്കെടുക്കുന്ന ഈ ടൂർണമെന്റ് പ്രദേശത്തെ കായിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം യുവജനങ്ങളിൽ കായികബോധവും ഐക്യവും വളർത്തുന്നതിന് സഹായകമാകുമെന്ന പ്രതീക്ഷയിലാണെന്നും എം.എൽ.എ പറഞ്ഞു.